ഹലോ ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ മാത്സ് ആൻഡ് കെമിസ്ട്രി എടുത്ത എല്ലാ കൂട്ടുകാർക്കും വേണ്ടി തയ്യാറാക്കിയ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി സബ് ഫിസിക്സിലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്ററിലെ ഇലാസ്റ്റിക് മോഡുലൈ എന്ന ടോപ്പിക്കും വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്ന ടോപ്പിക്കിനെ കുറിച്ചുമാണ് പറയുന്നത്. ഫസ്റ്റ് സെം ഫിസിക്സിൽ നമ്മുടെ പേപ്പറിൻ്റെ പേര് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് തെർമോഡൈനാമിക്സ് എന്നാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠം പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എലാസ്റ്റിസിറ്റി. അപ്പോൾ നമ്മൾ ഈ എലാസ്റ്റിസിറ്റിനെ പറയുന്നതിന് മുന്നേ നമ്മൾ ഈ റിജിഡ് ബോഡി എന്താണെന്ന് അറിയണം. റിജിഡ് ബോഡി എന്ന് പറയുന്നത് ബോഡി ഇൻ വിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഓൺ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബോഡീൻ്റെ മേലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടും ആ അതിലുള്ള രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് അൺചേഞ്ച് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എലാസ്റ്റിസിറ്റി പറയുന്നത്, എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് വിർച്യൂ ഓഫ് വിച്ച് ബോഡി റിഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ഡീഫോമിങ് ഫോഴ്സസ് ആർ റിമൂവ്ഡ്. ഇപ്പോൾ നമ്മളൊരു ബോഡിക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ഫോഴ്സ് എടുക്കുകയാണ്, ഫോഴ്സ് കൊടുത്ത് നമ്മൾ വിട്ട്, അപ്പോൾ എന്നിട്ടും ആ ബോഡി പഴയ ഷേപ്പിലേക്കും പഴയ സൈസിലേക്കും അതേപോലെ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ്, ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ ബോഡി വിച്ച് കംപ്ലീറ്റ്ലി റിക്വേഴ്സ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഓൺ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, എന്നിട്ട് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിടത്ത് എടുത്തു കഴിഞ്ഞാലും ആ ബോഡി പണ്ട് എങ്ങനെയായിരുന്നോ, ആ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ് എങ്ങനെയായിരുന്നോ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ്, അതേപോലെ തന്നെ വീണ്ടും ആ ഫോഴ്സ് എടുത്തതിന് ശേഷം നിൽക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. കഴിഞ്ഞ് വേറെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് വെച്ചാൽ ബോഡി വിച്ച് റിറ്റെയിൻസ് ഇറ്റ്സ് മോഡിഫൈഡ് സൈസ് ആൻഡ് ഷേപ്പ് ഓൺ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഫോഴ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എന്തായിരുന്നോ അതേപോലെ തന്നെ അത് വീണ്ടും തുടർന്ന് പോവുകയാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ when an external deforming force is applied on a body, an equal and opposite internal force develops inside the body which tends to restore the body to its original form. അതായത് ഇപ്പോൾ നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഡിഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അപ്പോൾ ഒരു ഈക്വലായിട്ടും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ആ ബോഡിയുടെ ഉള്ളിൽ ഫോം ചെയ്യപ്പെടും, ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ബോഡീനെ ഒറിജിനൽ ഫോമിലേക്ക് വീണ്ടും ഒറിജിനൽ ഫോമിലേക്ക് എത്തിക്കും. അതാണ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്, റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. അതേപോലെ അതിൻ്റെ ഡയമെൻഷൻ ml⁻⁻1 T⁻⁻2 ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും. അങ്ങനെ സ്ട്രെസ്സ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. എന്ന് വെച്ചാൽ ദ സ്ട്രെസ് വിച്ച് കോസ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് എ ബോഡി. ഒരു ബോഡീൻ്റെ ലെങ്ത്ത് കൂടുന്നതിന് കാരണമാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് വോളിയം സ്ട്രെസ്. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം ഒക്കേഴ്സ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ആൻ ഈക്വൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഓഫ് എ ബോഡി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബോഡീനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഇൻ ദ ഓൾ ഡയറക്ഷൻ, അപ്ലൈഡ് ഇൻ ഓൾ ദ ഡയറക്ഷൻ ഓഫ് എ ബോഡി. എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡീനെ എല്ലാ ഡയറക്ഷനിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ആ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒക്കേർ ചെയ്യുന്ന വോളിയത്തിൻ്റെ ചേഞ്ച്, ആ ചേഞ്ചിനെയാണ് നമ്മൾ വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ ടൈപ്പാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. എന്ന് വെച്ചാൽ സ്ട്രെസ് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദ ബോഡി കോസിങ് ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ സ്ട്രെസ്സ് ഒരു ബോഡിയിലേക്ക് ടാൻജൻഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ എന്താണ്ടാവുക, കോസിങ് ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ ബോഡി. അപ്പോൾ ആ ബോഡീൻ്റെ ഷേപ്പ് തന്നെ മാറുകയാണ് ചെയ്യണത്. ഈ ടാൻജൻഷ്യൽ തന്നെ രണ്ടെണ്ണം ഉള്ളതാണ് എക്സ്പെൻസീവ് ഓർ ടെൻസൈൽ സ്ട്രെസ്. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ഇൻക്രീസ് ഇൻ ഡയമെൻഷനിൽ ഇൻക്രീസ് ഉണ്ടാക്കുക ചെയ്യണത്. അതേപോലെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഡിക്രീസ് ഇൻ ഡയമെൻഷൻ കുറയാം. അടുത്തത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോഡിയുമേ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യുക.
ചേഞ്ച് സംഭവിക്കുകയാണ്. ആ ചേഞ്ചിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതുകൊണ്ട് തന്നെ അതിന് നോ യൂണിറ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മളൊരു സാധനം മീറ്ററിൽ, അതിൻ്റെ ചേഞ്ച് മീറ്ററിൽ, ഒറിജിനൽ ഡയമെൻഷന് മീറ്ററിലാണെങ്കിൽ മീറ്റർ ബൈ മീറ്റർ കട്ടായി പോകും. നോ യൂണിറ്റ്, അതാണ് നോ യൂണിറ്റ് നോ ഡയമെൻഷൻ. നേരത്തെ നമ്മൾ സ്ട്രെസ്സിന് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിനിന് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലീനിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. രണ്ടാമത്തെ ടൈപ്പാണ് വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. ഇനി മൂന്നാമത്തെ ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ത്രൂ വിച്ച് എ ലൈൻ ഒറിജിനലി perpendicular to the fixed face gets turned on applying tangential deforming force. നമ്മൾ അതിൽ പിക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഷിയറിംഗ് സ്ട്രെയിൻ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൽ ബൈ ക്യാപിറ്റൽ എൽ. ഇനി അടുത്തത് റോബർട്ട് ഹുക്കിൻ്റെ ഹുക്സ് ലോ എന്ന് വെച്ചാൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സ്ട്രെയിന് സ്ട്രെസ്സിനേക്കാളും സ്മോൾ ആയിരിക്കണം. when strain is small, stress directly proportional to strain. Therefore, stress by strain is equal to a constant. Stress by strain എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അടുത്തെന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ദർ ആർ 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇപ്പോൾ 3 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഒന്നാമത്തെ യങ്സ് മോഡുലസ്, അത് ഫോർ ലീനിയർ സ്ട്രെയിനാണ്. 2 ബൾക്ക് മോഡുലസ് ഫോർ വോളിയം സ്ട്രെയിൻ. 3 റിജിഡിറ്റി മോഡുലസ് ഫോർ ഷിയറിംഗ് സ്ട്രെയിൻ. ഇതിൻ്റെ ഡയമെൻഷനും യൂണിറ്റും സ്ട്രെസ്സിൻ്റെ അത് തന്നെ ആയിരിക്കും. കാരണം സ്ട്രെയിനിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് എലാസ്റ്റിക് ഫാറ്റിഗ്യൂ എന്ന് വെച്ചാൽ ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഫോർ സം ടൈം കോസ്ഡ് ഡ്യൂ ടു റിപ്പീറ്റഡ് സ്ട്രെസ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത്, ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് കുറയാം. അതിനാണ് ഇലാസ്റ്റിക് ഫാറ്റിഗ്യൂ എന്ന് പറയുന്നത്. അടുത്ത എലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചാൽ ദ ഡിലേ ഓഫ് ദ ബോഡി ഇൻ റീഗെയിനിങ് ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ദ ഡിഫോമിങ് ഫോഴ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഫോഴ്സ് എടുക്കുകയാണ്. എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വീണ്ടും വരാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതിൻ്റെ ഡിലേ ആണ് എലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. അടുത്തത് ഇലാസ്റ്റിക് ഹിസ്റ്റീരിയസ് ലൂപ്പാണ്. എന്ന് വെച്ചാൽ ഡ്യൂറിങ് റാപ്പിഡ്ലി ചേഞ്ചിങ് സ്ട്രെസ് സ്ട്രെയിൻ ഈസ് ഗ്രേറ്റർ ഫോർ സം വാല്യൂ ഓഫ് സ്ട്രെസ് ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ദാൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതായത് നമ്മളിപ്പോൾ സ്ട്രെസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഗ്രാഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ സ്ട്രെയിൻ ഈസ് ഗ്രേറ്റർ ഫോർ സം വാല്യൂ ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് സ്ട്രെയിൻ ഗ്രേറ്റർ ആയിരിക്കും, ഏതെങ്കിലും ഒരു വാല്യൂവിൽ സ്ട്രെയിൻ ഗ്രേറ്റർ ആയിട്ടിരിക്കും. ഇതൊരു കോൺസിക്വൻസ് ആണ്, ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഒരു കോൺസിക്വൻസ് ആണിത്. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. നമ്മൾ ഡയഗ്രാം ഈ ഗ്രാഫിൽ നമ്മൾ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, എ ടു എഫ് വരെ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇലാസ്റ്റിക് ലിമിറ്റ് എ, ഈൽഡ് പോയിന്റ് ബി, അങ്ങനെ പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഓരോ പോയിന്റിനെ പറ്റി പറയേണ്ടത്. അതായത് പോയിന്റ് എയിൽ എലാസ്റ്റിക് ലിമിറ്റ് അതിനെപ്പറ്റി പറഞ്ഞാണ്, ഈൽഡ് പോയിന്റ് ബി അത് തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ജസ്റ്റ് വായിക്കേണ്ട ആവശ്യമുള്ളൂ. ഈൽഡ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ഈൽഡ് പോയിന്റ്. ഈൽഡ് പോയിന്റിന് കറസ്പോണ്ട് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ ഈൽഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്ട്രെസ് ബ്രേക്കിംഗ് സ്ട്രെസ്സാണ്. നമ്മൾ അതിൽ തന്നെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ മാക്സിമം സ്ട്രെസ് ടു വിച്ച് വയർ ഈ സബ്ജക്റ്റ്. വയർ സബ്ജക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന മാക്സിമം സ്ട്രെസ്സാണ് സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഒരു ഇക്വേഷനാണ് ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഫോർ എ മെറ്റീരിയൽ ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു മെറ്റീരിയലിൽ ബ്രേക്കിംഗ് സ്ട്രെസ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഏരിയ ആൻഡ് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഓഫ് വയർ ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. അടുത്തത് വർക്കിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ ദ മാക്സിമം സ്ട്രെസ് ടു വിച്ച് എ മെറ്റൽ പീസ് ഈസ് സബ്ജക്റ്റഡ് വിച്ച് ഈസ് കൺസിഡറബിളി ലോവർ ദാൻ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഇറ്റ്സ് എലാസ്റ്റിക് ലിമിറ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെറ്റൽ പീസിന് മാക്സിമം സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് ഈ സ്ട്രെസ്സ് ഈ എലാസ്റ്റിക് ലിമിറ്റിൻ്റെ ആ
ആ മെറ്റീരിയലിൻ്റെ എലാസ്റ്റിക് ലിമിറ്റിൻ്റെ സ്ട്രെസ്സിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഈ കൊടുക്കുന്ന മാക്സിമം സ്ട്രെസ്. അതാണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിൽ ഇക്വേഷൻ വരുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു ബ്രേക്കിംഗ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ ഇന്ത്യയിൽ അത് 2ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് എന്താ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇനി അടുത്തതാണ് യങ്സ് മോഡുലസ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ വൈ എന്നാണ് എഴുതുക. ക്യാപിറ്റൽ വൈ ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സാണ് ആദ്യം വരിക, താഴെയാണ് സ്ട്രെയിൻ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ എൽ. അതിൽ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വയർ, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്, എൽ ഇൻക്രീസ് ഇൻ ലെങ്ത്. എൽ മീൻസ് ലാസ്റ്റത്തെ എൽ സ്മോൾ ലെറ്റർ എല്ലായിരിക്കും, ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ് സ്മോൾ ലെറ്റർ എൽ, ക്യാപിറ്റൽ ലെറ്റർ ലെങ്ത് ഓഫ് ദ വയർ. അടുത്തെന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. അതിനെ നമ്മൾ കെ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ കെ ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. അപ്പോൾ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ എ ഈക്വൽ ടു പി, അതായത് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു മൈനസ് പി വി ബൈ വി, സ്മോൾ ലെറ്റർ വി. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം, സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ നമ്മൾ കെ ഇസ് ഇക്വൽ ടു മൈനസ് പി ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ വോളിയത്തിൽ ഡിക്രീസ് ഉണ്ടാകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഡിക്രീസ് ഇൻ വോളിയം വെൻ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുക ചെയ്യണത്, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. ഇനി ഗ്യാസസിൻ്റെ സ്റ്റേറ്റിൽ കെ ഇസ് ഇക്വൽ ടു നെഗറ്റീവ് വി ഡി പി ബൈ ഡി വി. ഇനി ഗ്യാസസിൻ്റെ സ്റ്റേറ്റിൽ കെ ഇസ് ഇക്വൽ ടു നെഗറ്റീവ് വി ഡി പി ബൈ ഡി വി. പിന്നെ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബീറ്റ ഇസ് ഇക്വൽ ടു 1/k. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു -1/v ഡി വി ബൈ ഡി പി എന്നാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഗ്യാസസ്. അതിൽ ഒന്നാമത്തെയാണ് ഐസോതെർമൽ എലാസ്റ്റിസിറ്റി. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം ഒക്കേഴ്സ് വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതിൽ ബൈ ബോയിൽസ് ലോ അറിയില്ല, പി വി ഈസ് ഇക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പി ഈസ് ഇക്വൽ ടു നെഗറ്റീവ് വി ഡി പി ബൈ ഡി വി ഈസ് ഇക്വൽ ടു കെ. അങ്ങനെ ലാസ്റ്റ് നമുക്കത് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഐസോതെർമൽ എലാസ്റ്റിസിറ്റി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഈസ് ഇക്വൽ ടു ഒറിജിനൽ പ്രഷർ. അപ്പോൾ എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്, ഡിഫറൻഷ്യേഷനും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഐഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ വെൻ നോ ഹീറ്റ് ഈസ് അലൗഡ് ടു എൻ്റർ ഓർ ലീവ്. അപ്പോൾ പി റേസ് ടു ഗാമ ഈസ് ഇക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഗാമ പി ഈസ് ഇക്വൽ ടു നെഗറ്റീവ് വി ഡി പി ബൈ ഡി വി ഈസ് ഇക്വൽ ടു കെ. കെ മീൻസ് ഐഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി, അതിനാണ് കെ പറയാം. എന്നിട്ട് ഐഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഒറിജിനൽ പ്രഷർ. ഒറിജിനൽ പ്രഷർ എന്ന് പറയുന്നതാണത്. ഓക്കെ, അതത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് ഐസോതെർമൽ എലാസ്റ്റിസിറ്റി ഈക്വൽ ടു പി, ഐഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഗാമ പി. അപ്പോൾ ഐസോതെർമലിൽ കെ ഐയും ഐഡിയാബാറ്റിക് കെ എയും ആണ് കൊടുത്തത്. അപ്പം കെ എ ബൈ കെ ഐ ഈസ് ഇക്വൽ ടു ഗാമ ഈസ് ഇക്വൽ ടു സി പി ബൈ സി വി. അങ്ങനെ റേഷ്യോ ഓഫ് ടു എലാസ്റ്റിസിറ്റി ഈസ് ഇക്വൽ ടു റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഷിയറിംഗ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പം അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. വേറൊന്നുള്ളത് എഫ് ബൈ എ തീറ്റ ഈക്വൽ ടു എഫ് ക്യാപിറ്റൽ എൽ ബൈ എ സ്മോൾ ലെറ്റർ എൽ. അപ്പോൾ അതേപോലെ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ഷിയറിംഗ് സ്ട്രെസ്. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റീൻ്റെ ഇക്വേഷനാണ് 1/a ഡി എഫ് ബൈ ഡി തീറ്റ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഇൻ ഡീഫോമിങ് എ ബോഡി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബോഡിയും അല്ലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ ബോഡി സ്ട്രെയിൻ ചെയ്യും. ആ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ആ എനർജീനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ എനർജീനെ പറയപ്പെടുന്നത് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ എനർജി ഓഫ് സ്ട്രെയിൻ. അപ്പോൾ അതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. അപ്പോൾ അതിലൊന്നാമത്തെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെ ഇക്വേഷനാണ് എഫ് ഡി എൽ ഈസ് ഇക്വൽ ടു വൈ എ എൽ ബൈ ക്യാപിറ്റൽ എൽ ഡി എൽ. വൈ എ എൽ മീൻസ് വൈ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഡെറിവേറ്റ് ചെയ്യാം. നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് അതൊക്കെ സെറ്റാക്കി ലാസ്റ്റ് വരുമ്പോൾ ഹാഫ് എഫ് എൽ വരും. അപ്പോൾ ലാസ്റ്റ് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് ഇൻറ്റു ഇലോങ്ങേഷൻ. അപ്പോൾ വർക്ക് ഡൺ ബൈ യൂണിറ്റ് വോളിയം ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. അതിൻ്റെയൊക്കെ എങ്ങനെ വന്നു എങ്ങനെ ഇക്വേഷൻ ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതേപോലെ വോളിയം സ്ട്രെയിനിനും വർക്ക് ഡൺ പെർ യൂണിറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു വോളിയം സ്ട്രെയിൻ. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഫോർ ഷിയറിംഗ് സ്ട്രെയിനിന് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു ഷിയറിംഗ് സ്ട്രെയിൻ. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയാണ്. താങ്ക് യു.